കണ്ണൂർ പഴയങ്ങാടിയിൽ മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്ന കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. സിറപ്പില്ലാത്തതിനാലാണ് ഡ്രോപ്സ് നൽകിയതെന്ന് മെഡിക്കൽ ഷോപ്പ് ഉടമ മൊഴി നൽകി. മെഡിക്കൽ ഷോപ്പ് ഉടമയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ആദ്യം അറിയേണ്ടത് കുഞ്ഞിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നതാണ്. കഴിഞ്ഞ ദിവസം തന്നെ നല്ല പുരോഗതി ഉണ്ടെന്ന വാർത്ത അരുൺ പങ്കുവച്ചിരുന്നല്ലോ. മറ്റൊന്ന്, ഈ ഖദീജ മെഡിക്കൽസിനെതിരെ പ്രതിഷേധം ഒരു ഭാഗത്ത് വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ കരിയോല വെച്ച് പ്രതിഷേധിക്കുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു കുറ്റസമ്മത മൊഴി ഉണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലൊരു മൊഴി ഉണ്ട് ഈ മെഡിക്കൽ ഷോപ്പ് ഉടമയുടെ എന്നുകൂടി അറിയുന്നു. വിവരങ്ങൾ എന്താണ്? പ്രജിൻ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഈ കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമാണ്. നിലവിൽ കുഞ്ഞ് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. അതോടൊപ്പം തന്നെ കരളിന്റെ പ്രവർത്തനം പതിയെ സാധാരണ നിലയിലേക്ക് മാറുന്നുണ്ട് എന്നതും ഡോക്ടർമാർ പറയുന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ് കുഞ്ഞിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ എന്തായാലും പറയുന്നത്. മറുവശത്ത് വലിയ പ്രതിഷേധവും ഈ വിഷയത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഈ മെഡിക്കൽ ഷോപ്പ് ഉടമയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നലെ തന്നെ വിവിധ യുവജന സംഘങ്ങളുടെ ഒരു പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും വലിയ ജനരോഷം ആ മെഡിക്കൽ ഷോപ്പിനെതിരെ ഉണ്ട്. ഒരു മെഡിക്കൽ ഷോപ്പിന്റെ ഒരു പിഴവ് കൊണ്ടാണ് 8 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന് ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിലേക്ക് പോയത്. ഒരുപക്ഷെ ആ ഗുരുതരമായി തന്നെ തുടർന്നാൽ കരൾ വരെ മാറ്റിവെക്കേണ്ട സാഹചര്യം പോലും ഉണ്ടാകുമായിരുന്നു എന്നാണ് ഡോക്ടർമാർ ഉൾപ്പെടെ പറയുകയും ചെയ്തത്. ക്ഷമിക്കണം. എന്തായാലും മെഡിക്കൽ ഷോപ്പ് ഉടമയുടെ മൊഴി ഇതിൽ പുറത്തു വന്നിട്ടുണ്ട്. സിറപ്പില്ലാത്തതിനാലാണ് ഡ്രോപ്സ് നൽകിയത് എന്നാണ് മെഡിക്കൽ ഷോപ്പ് ഉടമ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം. അരുണെ, ഇപ്പൊ ഈ മെഡിക്കൽ സ്റ്റോർ ഉടമ പറഞ്ഞിട്ടുണ്ടല്ലോ സിറപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഡ്രോപ്സ് നൽകിയത്. സാധാരണ ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒരു സിറപ്പൊക്കെ ഒരു ബ്രാൻഡ് മാറിയാൽ പോലും ആ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കൃത്യമായി അവരോട് പറയാറുണ്ട്, വേണമെങ്കിൽ ഡോക്ടറോട് ചോദിക്കൂ ഇത് മതിയോ എന്ന് പറയാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ മാറി നൽകുമ്പോൾ ഏത് രീതിയിലാണ് അതിന്റെ അളവ് ക്രമീകരിക്കേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ക്രിസ്റ്റീന, ഇപ്പോൾ പോലീസിന് ഈ മെഡിക്കൽ ഷോപ്പ് ഉടമയായിട്ടുള്ള EK നാസർ നൽകിയിട്ടുള്ള മൊഴിയുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സിറപ്പില്ലാത്തതിനാലാണ് ഡ്രോപ്സ് നൽകിയതെന്നാണ് മൊഴി. അതിനുശേഷം പോലീസ് വീണ്ടും ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇവരെ മടക്കി അയക്കാൻ സാധിക്കുമായിരുന്നല്ലോ, ഈ മരുന്ന് അങ്ങനെ മാറി നൽകേണ്ട ആവശ്യമുണ്ടായിരുന്നോ, ആ കാര്യങ്ങൾ ഇവരെ ബോധ്യപ്പെടുത്തിയിരുന്നോ എന്ന കാര്യം ഈ അളവിന്റെ കാര്യത്തിൽ, ഈ നൽകുന്ന അളവിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തിയിരുന്നു എന്ന് പോലീസ് ചോദിച്ചിരുന്നു. അതിൽ കൃത്യമായ മറുപടി ഈ ഷോപ്പ് ഉടമ നൽകിയിട്ടില്ല എന്നതാണ് പോലീസ് എന്തായാലും പറയുന്നത്. മരുന്ന് കഴിക്കേണ്ട അളവ് എഴുതി കൊടുത്തിട്ടില്ല എന്ന് ഉടമ തന്നെ സമ്മതിക്കുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് സംഭവിച്ചത്. ഡോക്ടർ കുറിപ്പിൽ എഴുതി തന്ന മരുന്നിന് പകരം, സിറപ്പിന് പകരം ഡ്രോപ്സ്, അത് ഈ രക്ഷിതാക്കൾ, അതായത് അവിടെ മരുന്ന് വാങ്ങാൻ എത്തിയവരെ ബോധ്യപ്പെടുത്താതെ, അതിന്റെ അളവ് പോലും ബോധ്യപ്പെടുത്താതെയാണ് ഉടമ മരുന്ന്. കുറച്ച് സമയം അരുൺ റെസ്റ്റ് എടുക്കൂ, അതിനുശേഷം കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ ചേരുക.